അപ്പം നമ്മൾ ഡൽഹിയിലെ കുത്തബ് മിനാറിൻ്റെ മറ്റൊരു ആംഗിളിലേക്ക് വന്നേക്കാണ്. മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ പല എപ്പിസോഡ് കണ്ടു. അതിലും ഭംഗിയായ ഓരോ എപ്പിസോഡിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും മറയാത്ത കാഴ്ചകളൊക്കെ നമുക്കുണ്ടാവും എന്ന വിശ്വാസത്തിലുള്ള യാത്രയാണിത്. ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ട് ഇങ്ങനെ നിർവൃതി അടഞ്ഞ് ആകെ ഭ്രാന്ത് പിടിച്ചൊക്കെ നടക്കണം. കാരണം അത്ര രസമുണ്ട് കാണാനുണ്ട്. നമ്മളേതോ ഒരു പൗരാണിക സംസ്കാരത്തിൽ പൗരാണിക കാലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ഫീലുണ്ട് ഇതിനകത്ത് വരുമ്പോൾ. റിയലി ഫാന്റാസ്റ്റിക്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വ്യൂ കാണിക്കാം നിങ്ങളെ. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വ്യൂവിൽ നിന്ന് നമ്മൾ തുടങ്ങാണ് അടുത്ത എപ്പിസോഡ്. നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാവുമ്പോൾ നിങ്ങൾക്ക് വണ്ടിക്കാശ് കൊടുക്കണ്ട, ഹോട്ടൽ റൂം എടുത്ത് കാശ് കളയണ്ട, കൂടെ അങ്ങ് പോന്നാൽ മതി. നമുക്ക് നിറയെ സ്ഥലങ്ങൾ കാണാം, ആസ്വദിക്കാം എന്ന് കരുതി മടിയന്മാരായി വീട്ടിലിരിക്കണ്ട. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോയി ഒന്ന് കാണുക. അണ്ണാൻ്റെ ഭയങ്കര ഭംഗിയല്ലേ അണ്ണാൻ ഇങ്ങനെ പോകുന്നതാണ്. അടിപൊളി രസമല്ലേ. അന്ന് ഈ കരിങ്കല്ല് കൊണ്ട് സിമൻ്റ് അല്ലല്ലോ, അത് ചെളിയോ അങ്ങനെ എന്തോ ആണത്. അപ്പം നമ്മൾ നേരെ കയറി കാണാൻ പോകുന്നത് ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന മധുര മനോഹര ഓർമ്മകളിലൂടെയാണ്. അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. അപ്പം നമ്മളിങ്ങനെ റിവേഴ്സ് ചെയ്യും, എന്നിട്ട് ആ കാഴ്ച എന്താണെന്ന് നോക്കും. കണ്ടോ, ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതല്ലേ രസം, അടിപൊളി. അപ്പം നമ്മൾ വീണ്ടും യാത്ര ചെയ്യും. നമ്മൾ ആ പരമ്പരാഗതമായ നമ്മുടെ പൗരാണികമായ നമ്മുടെ കോട്ടമതിലിൻ്റെ കുത്തബ് മിനാർ കോട്ടമതിലിൻ്റെ ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. അപ്പോഴല്ലേ നമുക്ക് കാണുക നമ്മുടെ കുത്തബ് മിനാറിൻ്റെ അടുത്ത ആംഗിള്. ഇപ്പം എങ്ങനെയുണ്ട്, രസമായില്ലേ? ഇനി നമ്മൾ ഇങ്ങനെ നോക്കും, അപ്പോൾ വേറെ ഫീൽ കിട്ടും. നമ്മളിവിടെ നിർത്തിയിട്ടുള്ള ചെടികളുടെ ഇടയിലൂടെ അമ്പോ താജ്മഹലിലെത്തിയ പോലെ ഉണ്ടല്ലോ. ഡൽഹിയിലെത്തിയപ്പോഴാണ് ഓർത്ത് താജ്മഹലൊന്ന് കാണണം. നോക്കട്ടെ.
നൈസല്ലേ? നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ആ ഭംഗിയൊന്ന് ആസ്വദിക്കും. ഭംഗികൾ ആസ്വദിക്കാനുള്ളതാണ് മക്കളെ. ഇവിടെ വന്നു നിന്നപ്പോൾ എനിക്ക് ഭ്രാന്തായി പോയെന്ന് വിചാരിക്കും. ആൾക്കാർ കമൻറ്റിൽ എഴുതും, അയ്യോ. നൈസല്ലേ? ഇപ്പോഴോ ഇനി ഇതിന് ചുറ്റും നല്ല വൃന്ദാവനാണ്. ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ട് രാജാക്കന്മാർക്ക് ഇവിടെ വന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പണ്ടൊക്കെ നമുക്കിങ്ങനെ കയറാൻ പറ്റുമായിരുന്നോ? നമ്മളുടെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളാണിതൊക്കെ. ഇടനാഴി ഒരു കാലച്ച അടിപൊളിയല്ലേ? നൈസല്ലേ? ഓരോ സ്ഥലത്തും ഓരോ ബ്യൂട്ടിയാണ്. ആസ്വദിച്ച് മടുക്കില്ല മക്കളെ. ഇത് ആസ്വദിച്ച് മടുക്കില്ല, അത്ര ഭംഗിയാണിവിടെ. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണിതൊക്കെ. വാ, ഓരോ സ്ഥലത്തെയും കാഴ്ചകൾക്ക് ഓരോ ജീവൻ്റെയും പ്രതിഫലനമുണ്ട്.
എല്ലാത്തിനും മുകളിൽ ഇവിടെ കുത്തബ് മിനാറും നിറഞ്ഞു നിൽപ്പുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് നിറഞ്ഞങ്ങനെ നിൽക്കണമെന്ന് ആരോ ആഗ്രഹിച്ചിരുന്ന പോലെ ലക്ഷങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ഓരോ മാസവും. അത്ര മനോഹരമാണ് ഇവിടം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എത്ര കണ്ടാലും മതി വരാത്ത ഈ കാണാപ്പുറത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ചിലപ്പോൾ ഒരു എപ്പിസോഡും കൂടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. ഇതിൽ ഇനിയും കാണാത്ത ചില സ്ഥലങ്ങളുണ്ട്. കുത്തബ് മിനാറിൻ്റെ ഏരിയയിൽ ഇനിയും കാണാത്ത ചില സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.